അല്ലാഹുവേ റഹ്മാനായ റബ്ബേ പടച്ചവനെ ഈ പരിശുദ്ധ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നിലകൊള്ളുന്ന മാസം വലിയ ബറക്കത്തുള്ള മാസമാണ്. എല്ലാ കാര്യത്തിനും അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഈ ഭൂമിയിൽ നീ എന്തെല്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ശരീരങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമ്പത്തുകളിലെല്ലാം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ ആരെയും ദാരിദ്ര്യമുള്ളവരാക്കി മാറ്റല്ലേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിനോട് ഹലാലായ സമ്പത്ത് നമ്മൾ ചോദിക്കണം. കാരണം അല്ലാഹുവേ, എനിക്ക് നീ സമ്പത്ത് തന്നാൽ ഞാൻ നിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ പടച്ചവനെ പാവങ്ങൾക്കും അതുപോലെ സാധുക്കൾക്കും അനാഥകൾക്കും ഒക്കെ വേണ്ടി ഞാൻ ചെലവഴിക്കാം അല്ലാഹ് എന്നുള്ള സമ്പത്തിനെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. നമ്മളെല്ലാവരും സമ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സന്തോഷത്തോടെ കഴിയാനും മക്കളുടെ പഠിത്ത, വിദ്യാഭ്യാസം, കുടുംബത്തിലെ ചുമതലകൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുകയുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു വഴി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാമിൽ ഒരു വഴി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള ചെറിയ സംഖ്യ കൊണ്ട്, അഥവാ 10 രൂപ കൊണ്ട് സമ്പത്ത് നമുക്ക് വർദ്ധിപ്പിക്കാം, സമ്പത്തുണ്ടാക്കാം. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലുള്ള 10 രൂപ കൊണ്ട് ആ 10 രൂപ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിച്ച് ആ 10 രൂപയിലൂടെ നമുക്ക് എങ്ങനെ വർധനവുണ്ടാകാം, അതെല്ലാം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിനായ അല്ലാഹുവിന്റെ ഖുർആൻ അവൻ മുറുകെ പിടിച്ചാൽ അവന് സുന്ദരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ അവന് കൈവരിക്കാൻ കഴിയുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടാകാനും ആരുടെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിക്കാനും നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും അഭിവൃദ്ധിയും ഉയർച്ചയും പുരോഗതിയും വളർച്ചയും ഉണ്ടാകാനും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു മാർഗത്തെയാണ് ഇന്നത്തെ എന്റെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത്തരത്തിലുള്ള നല്ല ഒരു മാർഗത്തെയാണ്. നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് രൂപയും, നമ്മുടെ കയ്യിലൊക്കെ 1 രൂപയും 10 രൂപയും 100 രൂപയും ഒക്കെ ഉള്ളവരാണ്. ഇല്ലാത്തവരായി ആരും കാണില്ല. ഈ സംഖ്യകൾ നമുക്ക് എങ്ങനെയാണ് ഇരട്ടിപ്പിക്കാൻ കഴിയുക? വിശുദ്ധ ഖുർആൻ അവിടെ പറയുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യത്തെ ഇറക്കുന്നവനെ പോലെയാണ്. എങ്ങനെയുള്ള ധാന്യമാണ്? 7 കതിരുകളെ ആ ധാന്യം മുളപ്പിക്കും. 7 കതിരുകളെ ആ ധാന്യം മുളപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ധാന്യത്തെ ഇറക്കുന്നവനെ പോലെയാണ് 7 കതിരുകളെ പ്രത്യേകത എന്താണ്? ഓരോ കതിരുകളിലും 100 ധാന്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ മൊത്തത്തിൽ എത്ര ധാന്യങ്ങളായി? 700 ധാന്യങ്ങളായി. കണ്ടോ സഹോദരങ്ങളെ, ഒരു വിത്തിറക്കിയപ്പോൾ 700 വിത്തുകളായി. ഇതുപോലെയാണ് സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം. അല്ലാഹു പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം. അല്ലാഹു പറഞ്ഞത്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു വാരിക്കോരി നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമല്ലേ? അതിൽ നിന്ന് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സമ്പത്ത് വാരിക്കോരി നൽകിയാൽ അവന്റെ ഖജനാവിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകില്ല. അല്ലാഹു വിശാലത നൽകുന്നവനാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു നൽകും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ 1 രൂപ ചെലവഴിച്ചാൽ അതിന്
എങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു രൂപ നിങ്ങൾ ചെലവഴിച്ചാൽ അതിന് പകരം അല്ലാഹു അതിന് ഇരട്ടി നൽകും. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് ഒരു രൂപ ചെലവഴിച്ചാൽ 700 രൂപ അല്ലാഹു നൽകുന്നതാണ്. 10 രൂപ അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചാൽ അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല 7000 രൂപ നിനക്ക് നൽകുന്നതാണ്. അപ്പോൾ കണക്ക് വെച്ച് 1000 രൂപ ചെലവഴിച്ചാൽ നിനക്ക് 1,00,000 രൂപ അല്ലാഹു തആല പകരം നൽകും. അങ്ങനെ നീ വെച്ച് നീ എത്ര നൽകുമോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നീ എത്ര നൽകുമോ അതിന് ഇരട്ടിയായി അല്ലാഹു നിനക്ക് നൽകുന്നതാണ്. അവദാനധർമ്മത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിന്നോട്ട് നിൽക്കരുത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ദാനധർമ്മം നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ നമ്മളോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സർവ്വ മേഖലകളിലും നിങ്ങളുടെ സമ്പത്തിലും എല്ലാം അല്ലാഹു വർദ്ധനവ് നൽകണമെങ്കിൽ നിങ്ങൾ ദാനധർമ്മം ചെയ്തു കൊള്ളുക. ഒരു മുതലാളി കുറെ ആളുകളുമായി കള്ള് കുടിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു അടിമയെ 4 ദിർഹം കൊടുത്ത് ഫ്രൂട്ട്സ് വാങ്ങാൻ അയക്കുകയാണ്. വഴിമധ്യേ ഒരു വലിയ പ്രസംഗം കേട്ട് അവിടെ നിന്നു. അപ്പോൾ ആ പ്രസംഗത്തിനിടയ്ക്ക് ആ മഹാൻ പറയുകയാണ്, ഇവിടെ പാവപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹത്തെ ആരെങ്കിലും 4 ദിർഹം കൊടുത്ത് സഹായിച്ചാൽ 4 ദുആ ഞാൻ നടത്തി കൊടുക്കുമെന്ന്. ഇത് കേട്ടപാടെ ആ അടിമ 4 ദിർഹം കൊണ്ടുപോയി ആ ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 4 ദുആ വേണം എന്നാ അടിമ പറയുകയാണ്. അപ്പോൾ ആ ഉസ്താദ് ചോദിച്ചു, നിനക്ക് എന്തൊക്കെ 4 ദുആകളാണ് വേണ്ടത്? അപ്പോൾ ആ അടിമ പറഞ്ഞു, ഒന്നാമതായി എനിക്ക് വേണ്ടത്, ഞാനൊരു അടിമയാണ്, എന്നെ മോചിപ്പിക്കാൻ ദുആ ചെയ്യണം. രണ്ടാമതായി എന്റെ മുതലാളി വലിയ തോന്നിവാസിയാണ്, കള്ളുകുടിയനാണ്, അദ്ദേഹം നല്ല മനുഷ്യനായി തൗബ ചെയ്ത് മടങ്ങാൻ ദുആ ചെയ്യണം. മൂന്നാമതായി എന്റെ 4 ദിർഹം പോയതിന് പകരം കിട്ടാൻ ദുആ ചെയ്യണം. നാലാമതായി പറയുന്നു, എനിക്ക് പുറത്തു തരണം, എന്റെ മുതലാളിക്കും പുറത്തു തരണം. വാദ് പറയുന്നു, നിങ്ങൾക്കും പുറത്തു തരണം. ഈ വാദ് കേൾക്കുന്ന എല്ലാവർക്കും പുറത്തു കൊടുക്കണം. അങ്ങനെ ആ ഉസ്താദ് 4 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. എന്നിട്ട് മുതലാളിയോട് പോയി പറഞ്ഞു, 4 ദിർഹമിന് ഞാൻ ഫ്രൂട്ട് വാങ്ങിയില്ല, പകരം ഞാൻ 4 ദുആകൾ വാങ്ങി. 4 ദുആകൾ വാങ്ങി. മുതലാളി ചോദിച്ചു, ഏതൊക്കെയാണ് ആ ദുആ? അടിമ പറഞ്ഞു, ഒന്ന് എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ്. അപ്പോൾ മുതലാളി പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തത്, നിങ്ങൾക്ക് തൗബയുടെ മനസ്സ് തന്നു നിങ്ങളെ നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ പറഞ്ഞു. മുതലാളി പറഞ്ഞു, ഞാൻ ഇനി കള്ളു കുടിക്കുകയില്ല, തോന്നിവാസം ചെയ്യുകയില്ല, ഞാൻ തൗബ ചെയ്ത് നല്ലവനാകുന്നതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ തൗബ ചെയ്ത് നന്നായി. മൂന്നാമത്തത്, എന്റെ 4 ദിർഹം പോയില്ലേ? മൂന്നാമത്തത്, ആ പണ്ഡിതനോട് ഞാൻ പറഞ്ഞത് എന്താണ്? എന്റെ 4 ദിർഹം പോയില്ലേ, അതിന് പകരം തരാൻ. അപ്പോൾ മുതലാളി പറഞ്ഞു, നിനക്ക് ഞാൻ 4000 രൂപ തന്നിരിക്കുന്നു. പിന്നെ മുതലാളി ചോദിക്കുകയാണ്, നീ 4ാമതായി എന്താണ് ആ പണ്ഡിതനോട് ചോദിച്ചത്? അപ്പോൾ അടിമ പറയുകയാണ്, എനിക്കും എന്റെ മുതലാളിക്കും വാദ പറഞ്ഞ ഉസ്താദിനും ആ സദസ്സിലുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. മുതലാളി പറഞ്ഞു, അത് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യേണ്ട കാര്യമാണ്. അന്ന് രാത്രി മുതലാളി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഒരാൾ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ അടിമ 4 ദിർഹം കൊടുത്ത് 4 ദുആ വാങ്ങി, അതിൽ 3 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ 3 ചെയ്തിട്ട് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചു അല്ലേ? ഞാൻ ഏറ്റവും കാരുണ്യവാനാണ്, ഞാൻ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്, ഞാൻ ഏറ്റവും അവന്റെ അടിയാറുകൾക്ക് കരുണ ചെയ്യുന്നവനാണ്. എന്നെക്കാൾ ആർക്കാണ് കൂടുതൽ കരുണ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ നിങ്ങൾക്കും അടിമയ്ക്കും അത് പറഞ്ഞ ആളിനും സദസ്സിലുണ്ടായിരുന്നവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കണം. ആ 4 ദിർഹം എവിടെ എത്തിച്ചു എന്നുള്ളത്
ആ 4 ദിർഹം കൊണ്ട് ആ മുതലാളിയും അടിമയും സദസ്സിലുണ്ടായിരുന്നവരും വാദ പറഞ്ഞ ഉസ്താദും അതുപോലെ തന്നെ ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അവരെല്ലാവരും രക്ഷപ്പെട്ടില്ലേ? ഇതാണ് സദഖയുടെ മഹത്വം. ഇതാണ് നമ്മൾ 1 രൂപ സദഖ ചെയ്താലും അതിന് മഹത്വമുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാറ്റിനേക്കാൾ വേഗതയായിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങളും കാറ്റിനേക്കാൾ വേഗതയാകണം. പടച്ചവനെ, നീ ധാരാളം സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അതെല്ലാം സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും അനാഥകൾക്കും നിനക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനും പടച്ചവനെ നിന്റെ പള്ളികൾക്കും എല്ലാം ചെലവഴിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഖൈറിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നത് ദാനധർമ്മത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. ദാനധർമ്മം ചെയ്ത് ഒരു മനുഷ്യരും ദരിദ്രനായിട്ടില്ല. ദാനധർമ്മം ചെയ്ത് മനുഷ്യർ സമ്പന്നരായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദാനധർമ്മം ചെയ്തോ, അല്ലാഹു വലിയ വിശാലത നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് റബ്ബ് തന്നതിൽ നിന്ന് നിങ്ങൾ ദാനധർമ്മം ചെയ്തുകൊള്ളൂ. യജമാനനായ റബ്ബ് നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്. ഖൈറുകൾ അല്ലാഹു നൽകുന്നതാണ്. സന്തോഷങ്ങൾ അല്ലാഹു നിലനിർത്തുന്നതാണ്. പടച്ചവനെ, നീ എല്ലാ മേഖലകളിലും ഖൈറുകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബി റഹ്മഹാ കമാ റബ്ബൗനാ സിഗാറാ. റഹ്മാനായ അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. ഇതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകണ ഖബറിലെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിന്റെ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പിടിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളുടെ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. എല്ലാ മേഖലകളിലും അവർക്കും ഞങ്ങൾക്കും എല്ലാം വിശാലത നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്. നീ കടങ്ങൾ വിടാനുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും ജോലിയില്ലാത്തവരാണ്. നീ ജോലി നൽകണേ അല്ലാഹ്. നീ ജോലി നൽകണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങൾ പലരും രോഗികളാണ് റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും ഖൈറുകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് റബ്ബേ. എത്രയോ ദമ്പതിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാം സാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും ഖൈറുകളും സന്തോഷങ്ങളും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. കിഡ്നി രോഗം, ഹാർട്ട് ബ്രെയിൻ രോഗം, ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തെ തൊട്ട് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ എല്ലാം നീ കാക്കണേ പടച്ചവനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. രോഗികളാണ് അല്ലാഹ്, അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വേദനകളെ തൊട്ടും ഞങ്ങളെ മക്കളെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും ഖൈറുകളും സന്തോഷങ്ങളും ധാരാളം നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം
നീ ഞങ്ങളിൽ നിന്ന് തട്ടി നീക്കണേ പടച്ചവനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ സകല മുറാദുകളും നീ ഹസനാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.